ഹലോ ഗൈസ്, വെറുതെ ബോറടിച്ചിട്ടിരിക്കുക. എവിടേക്കെങ്കിലും ഒന്നും പോവണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും തിരിപ്പിടിച്ചോണ്ടിരിക്കണ്ടേ? ഒന്നും തിരിപ്പിടിക്കാനില്ല, ഒന്നുമില്ല, വെറുതെ ഇരിക്കുക. അപ്പം എന്ന് വിചാരിച്ച് ഇന്ന് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞിട്ട് ഉമ്മിനും ബാബാനെയും കുറേ കുത്തിയാണ്ട് ചോറിനില്ല. ലാസ്റ്റ് ബാബയും ഉമ്മയോട് പറഞ്ഞ് വേഗം പോയി മാറ്റിക്കോ, എവിടേക്കാന്നുള്ള നിങ്ങളതിനായിട്ട് പ്ലാൻ ചെയ്തോ. പിന്നെ ഞങ്ങൾ എവിടേക്കാന്നുള്ള പ്ലാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആളെ പോക്കറ്റ് കയറുന്നല്ലാണ്ട് ഒരു സംഭവം നടക്കില്ല. ഞങ്ങാണ്ട് പ്ലാൻ ചെയ്ത് ലെറ്റ്സ് ഗോ ടു ദ ഷോപ്പ. ഗൈസ്, നമ്മൾ പോയത് നമ്മൾ ഷിഫ്റ്റ് കുട്ടപ്പൻ കാറിലാട്ടോ. പിന്നെ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ കുറച്ച് പാട്ട് കേൾക്കണത് വേറെ ഒന്നുമല്ല, ഞങ്ങളവിടെ വേലയുടെ പാട്ടാട്ടോ കേൾക്കണത്. കുറേ നേരം ക്ഷമിച്ചിരുന്നു, പാട്ടിപ്പോൾ നിൽക്കുന്നു. ലാസ്റ്റ് നിന്ന് നിങ്ങളും കൂടി കേട്ടോട്ടെ, ഞാൻ മാത്രം ബുദ്ധിമുട്ടുണ്ടല്ലോ ഇത് കേട്ടിട്ട്. എന്താ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, ശോഭയുടെ എൻട്രൻസ് ആണ് ഈ കണ്ടത്. കയറി ഒക്കെ കഴിഞ്ഞ് ആ റോട്ടിൽ നിന്ന് നേരെ ശോഭയെ കണ്ട് കയറിയതാണ്. ഫുള്ള് ബ്ലോക്ക്. എന്ത് ബ്ലോക്ക് എന്നാ പറയുന്നത്? എത്ര വലിയ ബ്ലോക്ക് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അജാതി ബ്ലോക്ക് ഹേ. ശോഭ അവിടെ കിടന്ന് തിളങ്ങി മറിയാൻ ഞങ്ങൾ പാർക്കിങ്ങിലാണ് ചുറ്റിക്കറങ്ങും. പാർക്കിങ്ങിന് 1.5 മണിക്കൂറേലും വെറുതെ നിന്നാവും. പാർക്കിംഗ് ഏരിയയും ഫുള്ളായി, എല്ലായിടും ഫുള്ളായി. പാർക്കിങ്ങിൽ നിന്നിട്ട് ലാസ്റ്റ് റോഡ് സൈഡിലാണ് ഇടേണ്ടി വന്നത്. റോഡ് സൈഡിൽ ഇട്ടാലും ശരി, നിങ്ങൾ എവിടെ ഇട്ടാലും ശരി, പൈസ അവർ മേടിച്ചാൽ അടങ്ങും. എന്നാൽ പിന്നെ ഇനി ലൈവായിട്ടുള്ള കുറച്ച് സിയാടെ വകയുള്ള കോമഡികൾ കേൾക്കാം നമുക്ക്. കിറ്റിയാ? എനിക്ക് കിറ്റി. ആ, കിർമസപ്പൂപ്പനുണ്ട്. കിർമസപ്പൂപ്പൻ അവിടെ ജീവനുള്ള കിർമസപ്പൂപ്പനാണെങ്കിൽ എങ്ങനെ ജീവനുള്ള കിർമസപ്പൂപ്പനാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഓളെ കുറേ തള്ളുകൾ അറിയാം, എന്നാലും അഭിനയിക്കന്നെ. പിന്നെ ആദ്യമായിട്ടാണ് നേരെ ഫ്രണ്ടിൽ കൂടെ ശോഭയ്ക്ക് കയറി പോകണത്. എപ്പോഴും ഞങ്ങൾ പാർക്കിങ്ങിൽ കാറിടുക, പാർക്കിങ്ങിൻ്റെ ഏരിയ കൂടെ അതിനാണ്ട് കയറിപ്പോവുക, അങ്ങനെയാണ്. അതിനെ ഫസ്റ്റ് ടൈം ഞങ്ങൾ ശോഭയുടെ മുന്നിൽ കൂടെ കയറിപ്പോയി. എല്ലാ വർഷവും 2-3 ശോഭയിൽ പോകാറുണ്ട്, എന്നാലും വെറുതെ ആദ്യമായിട്ടാണ് കയറിപ്പോണത്. എനിക്കാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റണല്ല. പാടത്താണെങ്കിൽ എൻ്റെ കൂട്ടുകാർ കിടന്നിട്ട് ഇങ്ങനെ നാക്കിക്കൊണ്ടിരിക്കുക. നേരെ വന്ന് ഇറങ്ങിയ സ്ഥലം KFCയുടെ സ്ഥലം. അവിടെ കണ്ടപ്പോൾ ബാബ ഞങ്ങളെ കണ്ണും ചുമ്പി ഓടി. പിന്നെ ബാബ അറിയാണ്ട് ബാബാൻ്റെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസ് എടുക്കലും അവിടെ കുറച്ച് ചുറ്റിക്കറങ്ങലുമായി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതും ഇതും മേടിക്കലും തിന്നലൊക്കെ കഴിഞ്ഞിട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. തിന്നാൻ കിട്ടിയ പിന്നെ വേറെ ലോകമില്ല എന്നല്ല പറയാം. അതുപോലെ തന്നെ തിന്നാൻ കിട്ടിയപ്പോൾ വീഡിയോ എടുക്കലൊന്നുമില്ല. പിന്നെ ഫാഷൻ ഷോ കണ്ടിരുന്നു, അതും ഇതും കണ്ടിരുന്നു. അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല. എല്ലാവരും പോയി, ഇന്നാലും വണ്ടികളും ആൾക്കാരും ഉണ്ട്. അത്ര തന്നെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ബൈ ബൈ.